ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. മണ്ണാർക്കാടിലെ തന്നെ കുന്തിപ്പുഴ എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ നടക്കുന്ന വഴിയുടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ മലകൾ ശരിക്കും കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ക്ലൗഡ് നിറഞ്ഞത് കൊണ്ടിട്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. നമ്മൾ നടന്നു പോകുന്ന വഴിയെന്ന് പറയുന്നത് നേരെ ഇറക്കത്തിലോട്ടാണ് കേട്ടോ. ആദ്യം കുന്തിപ്പുഴ പുഴ പോയി കാണാം. ആദ്യം ഈ പാലത്തിന് ഇത്രയും വീതി ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യമേ ബ്രിട്ടീഷുകാർ പണിതൊരു ചെറിയൊരു പാലം മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്താണ് ഇങ്ങനെ ഒരു പേര്, എന്താണ് ഈ പുഴയെ കുന്തിപ്പുഴ എന്ന് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് പണ്ട് ഈ പുഴയെ കുന്തിരിക്കപ്പുഴ എന്ന് വിളിച്ചിരുന്നെന്നും അത് ചുരുക്കിയിട്ടാണ് കുന്തിപ്പുഴ എന്നുള്ള പേര് വന്നെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നൊരു കാര്യം പറയുന്നത് പാണ്ഡവരുടെ അമ്മയായ കുന്തിദേവി ഇവിടെ പണ്ട് കുളിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഈ പുഴയെ കുന്തിപ്പുഴ എന്ന് വിളിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് ഇതിനെ കുന്തിപ്പുഴ എന്ന് വിളിക്കുന്നെങ്കിലും പാലക്കാട് മലപ്പുറം അതിർത്തിയിലേക്ക് ചെല്ലുമ്പോൾ തൂതപ്പുഴ എന്നുള്ള വിളിപ്പേര് കൂടി പുഴക്കുണ്ട്. എൻ്റെ ചെറിയ അറിവുകൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കൂടുതലായിട്ട് അറിയാവുന്ന ആളുകൾക്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതാവുന്നതാണ് കേട്ടോ. നമ്മൾ പാലക്കാട് വന്നിട്ട് കുറേ നാളായി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസം മേളായിരുന്നു. പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം. പോണ വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കൂടിയാട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റബ്ബർ ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ സൈഡിലായിട്ട് നടക്കുന്നുണ്ട്. റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കായിട്ട് വലിയൊരു ടെറഫ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അത്യാവശ്യം വലിയ ടെറഫ് തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് ഒരു പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ അകത്തോട്ടൊന്നും കയറാൻ നോക്കുന്നില്ല. നമ്മൾ പോണ വഴിക്കുള്ള ചെറിയൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ലൊരു മഴ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. റബ്ബർ പാല് വീഴാനുള്ള ബോട്ടിലിൻ്റെ മേളിലാണ് അവർ ഈ പ്ലാസ്റ്റിക് കെട്ടിയിട്ടുള്ളത്. മഴ കാരണമാണോ എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ക്യാമറയിൽ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് അതിൽ നിന്ന് പാല് ഫുള്ള് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇതേപോലെ വന്ന് വീണ് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കാണ് അവർ എടുക്കുന്നത്. നമുക്ക് നേരെ പോയിട്ട് പാലക്കാടുള്ള ബസ് പിടിക്കാം. ഇതായിട്ട് വേണം നമുക്ക് അവിടുന്ന് ആലപ്പുഴക്കുള്ള വണ്ടി പിടിക്കാനായിട്ട്. ഇപ്പം നമ്മൾ പോകുന്ന വഴി നേരെ നോക്കിക്കഴിഞ്ഞാൽ മലകൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കണം, അത് കഴിഞ്ഞിട്ട് വേണം യാത്ര തുടങ്ങാനായിട്ട്. അതുമാത്രമല്ല കുറച്ച് സാധനങ്ങൾ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനുണ്ട്. കുറച്ച് ഷോർട്ട് വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ വാങ്ങി ചെല്ലേണ്ടി വരും. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബാഗിലധികം സ്ഥലമില്ല, എന്നാലും നമുക്ക് പറ്റണത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. തൽക്കാലം നമ്മൾ മണ്ണാർക്കാടിനോടൊരു ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. ഇനി നേരെ പാലക്കാട് പിടിക്കണം. പാലക്കാട് നിന്ന് നമുക്ക് ആലപ്പുഴക്ക് പോകാനുള്ള പരിപാടി നോക്കണം. അങ്ങനെ നമുക്ക് ബസ് കിട്ടി. ഏകദേശം ഇവിടുന്ന് മണ്ണാർക്കാട് നിന്ന് പാലക്കാടേക്ക് 1 മണിക്കൂറിന് മേലുള്ള യാത്രയുണ്ട്. അപ്പം ഇനി സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കങ്ങനെ പോവാം. അത് നമുക്ക് പോയിട്ട് ചായ ഒരെണ്ണം കുടിക്കാം. ചായ അവിടെ കിട്ടുന്ന ആദ്യത്തെ നമ്മുടെ തോട്ടം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അങ്ങോട്ടുള്ള ബസ് കിട്ടുമെന്ന് നോക്കട്ടെ. എത്ര മണിക്കാണ് ബസ് ഉള്ളതെന്ന് നമുക്കറിയില്ല.